ഞാനിപ്പോൾ മൂലമറ്റത്തെത്തി. മൂലമറ്റത്തുനിന്ന് തിരിവുണ്ടെന്ന് തോന്നുന്നു പുളിപ്പുണ്ണിക്ക് പോകാനായിട്ട്. ഞാനിപ്പോൾ മൂലമറ്റത്തുനിന്ന് നേരെ തന്നെയാണ് പോകുന്നത്. മൂലമറ്റത്തുനിന്ന് പുള്ളിക്കാനത്തിനൊക്കെ തിരിഞ്ഞു പോകുന്ന വഴികളുണ്ട്, അങ്ങോട്ടൊന്നും പോകരുത്, നേരെ തന്നെ പോവുക. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഉളുപ്പുണ്ണി 10.5 കിലോമീറ്റർ. ഇപ്പം മാപ്പില്ലാതെ പോവാം. പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു, അങ്ങനെ വണ്ടി നിർത്തിയതാണ്. ഉളുപ്പുണ്ണിക്ക് നല്ല കയറ്റമായിരുന്നു കേട്ടോ, മൂലമറ്റന്ന് കയറി പോകുന്നത്. അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ടെന്നാണ് കേട്ടത്. ഞാനിന്ന് ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് അധികം ഓഫ് റോഡിങ്ങൊന്നും നിൽക്കുന്നില്ല. സാധാരണ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടാകാറുണ്ട്, അപ്പോൾ അവനൊന്നുമില്ല. അതുകൊണ്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം വരെ കൊണ്ടുപോവുക, അതിനുശേഷം നിർത്തിയിട്ട് നടന്നു പോകാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. കുറേ ദൂരം അങ്ങ് ഓടിച്ചു പോകുന്നപ്പോഴത്തേക്കും റോഡ് തീർന്ന് ചെറിയ ഓഫ് റോഡ് സെക്ഷൻസൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നമുക്കിത് കയറിപ്പോകാൻ പറ്റും. പറ്റുന്ന അത്രയും പോയിട്ട് വണ്ടി എവിടെയെങ്കിലും ഒതുക്കി വെക്കാം, എന്നിട്ട് മുകളിലേക്ക് നടന്നു കയറാം. ഞാൻ പോരുന്ന വഴിക്ക് ഒരു പകുതി ആയപ്പോഴേക്കും തന്നെ ഏകദേശം ചെവിയൊക്കെ അടഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി നമ്മൾ നല്ല ഹൈറ്റിലേക്കാണ് കയറിയേക്കുന്നതെന്ന്. പിന്നെ ക്ലൈമറ്റും പെട്ടെന്ന് മാറി. ചൂട്, ചെറിയ ആവി ഉണ്ടായിരുന്നു താഴെ മൂലമറ്റത്ത്. പക്ഷേ ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ഓവറോൾ തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി. സോ ഇനി മേളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയും മഴ പെയ്യാൻ ചാൻസ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. റോഡൊക്കെ അത്യാവശ്യം നനഞ്ഞാണ് കിടന്നിരുന്നത്. വണ്ടി കൂടുതലും സെക്കൻഡ്, തേർഡ് ഗിയറിലാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. അപ്പോൾ പറ്റുന്നത്രയും പോവാം, ബാക്കി നടന്നു കയറാം. വലിയ ഓഫ് റോഡ് ഇല്ലായിരുന്നു, അത്യാവശ്യം ഓടിച്ച് പോരാവുന്ന രീതിയിലാണ് പോകുന്നത്. ഈ വണ്ടിയിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് മേളിലേക്ക് കയറി പോകാനായിട്ട് സുഖമായി വണ്ടിയായിട്ട്. വണ്ടിക്ക് അത്യാവശ്യം ടോർക്കുണ്ട്. ഇപ്പോൾ ഒരു പുറകെ ഒരാളുണ്ടെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് മേലേക്ക് കയറിപ്പോവും. പിന്നെ ഇറക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി ഇവിടെ ഒരു അത്യാവശ്യം ടോപ്പിൽ വന്നിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടെ നിന്നൊരു വഴിയുണ്ട്, ആ വഴിയെ കൂടെ ഒന്ന് കയറി മേലോട്ട് പോയി നോക്കാം. മൊത്തം മുട്ടക്കുന്ന പോലത്തെ ഏരിയ ആണ് കേട്ടോ, ഫുള്ള് മുട്ടക്കുന്ന. നമുക്കൊന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെയൊക്കെ തേയിലയൊക്കെ നട്ടേക്കുന്നത് കാണാം. നമുക്ക് ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്, ഇതിൽ ജീപ്പൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതാണെന്നാണ് തോന്നുന്നത്. അതുവഴി ഒന്ന് മേളിലോട്ട് കയറി നോക്കാം. തണുപ്പായതുകൊണ്ട് ക്യാമറയിൽ ഫോഗ് പിടിച്ചിട്ടുണ്ട്. വണ്ടി ഹെൽമെറ്റൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ലായിരിക്കും. ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്, ബാഗിൽ വെള്ളവും റെയിൻകോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് പയ്യെ റോഡിലോട്ട് കയറി നോക്കാം. ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കവന്ത എന്ന് തോന്നുന്നു, കവന്ത എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഈ കാണുന്നത് കേട്ടോ. ഞാൻ അവിടെ വണ്ടി വെച്ചായിരുന്നത്. ഇനി ഇതിൽ ഓഫ് റോഡ് റൂട്ടൊക്കെ ഉണ്ട്, അതിൽ എക്സ്പ്രസ്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ ഇതുവഴിയൊക്കെ കയറി മേലോട്ട് പോകുമായിരിക്കും. ഞാനെന്തായാലും ഇതുവഴി നിന്ന് നടന്നു നോക്കട്ടെ.
ഉളുപ്പുണ്ണി ആ ഭാഗത്തെങ്ങാണ്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. പിന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഇത്തിരി സ്റ്റീപ്പാണ് കേട്ടോ. നല്ല എക്സ്പൾസോ 4x4 ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ കയറിക്കൊണ്ട് പോവാം. എൻ്റെ ബൈക്കും കയറും, പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ നമ്മുടെ ഒരു ദോസ്തുണ്ട്. അപ്പോൾ ദോസ്തുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്തേനെ. ഇതൊന്നും മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ എടുത്ത് പൊക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്യാത്തത്. അപ്പോൾ ഓക്കെ, ക്യാമറയിൽ ഫോഗ് കയറുന്നുണ്ട്. ഫോഗ് ഒന്ന് മാറിയിട്ട് ഞാൻ ബാക്കി വിഷ്വൽസ് കാണിക്കാം. കുളമാവ് ഡാമിൻ്റെ വ്യൂ കാണാം. ഇത് ആ കാണുന്ന കുളമാവ് ഡാമിൻ്റെ ഏരിയ. ഞാനിപ്പോൾ കയറി വന്നത് ഈ വഴി കൂടെ. താഴെ ആരെ ബൈക്കിൽ വന്നിട്ടുണ്ട്, അവർ ചിലപ്പം കയറി വരുമായിരിക്കും. ഈ കാണുന്നത് ജണ്ടയാണ്. ജണ്ടയുടെ വനംവകുപ്പിൻ്റെ ഭൂമിയും അല്ലാത്ത ഭൂമിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണത്. ഇവിടെ കണ്ടോ, പ്രൈവറ്റാണ്. തേയില കൃഷി ചെയ്തിട്ടുണ്ട്. ഈ എടുത്ത് പോയതാണെന്ന് തോന്നുന്നു. രണ്ട് പുതിയ ലീഫ് വന്നിട്ടുണ്ട്. അടുത്തെടുത്ത് പോയതാ. ഒരാൾ മോളിൽ നിന്ന് പുല്ലി എത്തി ഇറങ്ങി വരുന്നുണ്ട്. ഇതേ ആ കാണുന്നത്. എന്നാലും ആ ചേട്ടൻ എൻ്റെ അത്രയും പൊക്കത്തിൽ പോയി വെട്ടിയത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പുല്ല് നിൽപ്പുണ്ട് കണ്ടോ. എന്നിട്ടും പുള്ളി അവിടെ നിന്ന് പുലി ചെത്തിയിട്ട് നടന്നിറങ്ങി വരുക. ഞാൻ ആ പുല്ല് വെട്ടിക്കൊണ്ടെന്ന് ചേട്ടൻ്റെ സംസാരിച്ചു. ഇത് സാധാ പുല്ലല്ല, പുലിച്ചൂലുണ്ടാക്കില്ലേ വീട്ടിലൊക്കെ അടിക്കാനായിട്ട്, പുലിച്ചൂലിൻ്റെ മെറ്റീരിയലാണിത്. ആ ചേട്ടൻ കടുത്തുരുത്തിയിൽ ഉള്ള ആളാണ്. പുള്ളി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അപ്പോൾ വെട്ട് കുറഞ്ഞപ്പോൾ ഈ പണിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഇവർക്ക് കൂലി എന്ന് പറയുന്നത് ഒരു തണ്ടിന് 1 രൂപ. ഇത് മൊത്തം 150 എണ്ണം ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ താഴെ ഇല്ല, ഏറ്റവും ടോപ്പിലേക്ക് അതെ ആ നിൽക്കുന്ന ചെടിയാണ്, അത് വെട്ടിയാണ് കൊടുക്കുന്നത്. ബുദ്ധിമുട്ടാണ്. ഈ മേളിൽ നിന്നൊക്കെ ഇറങ്ങി ആ ചേട്ടനോട് വീഴുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ പയ്യെ മേളിലേക്ക് കയറാണ്. മേളിലേതോ വണ്ടിയൊക്കെ വന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വേറൊരു വഴിയുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും ആ വഴി പോകണ്ട, എനിക്കിതിവിടെ നിന്ന് ഇറങ്ങിപ്പോകാമല്ലോ. അപ്പോൾ ഓക്കെ, ടോപ്പിൽ ചെന്നിട്ട് വ്യൂ കാണിക്കാം. എനിക്ക് ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് ക്യാമറ നോക്കി സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. നമ്മൾ ഏറ്റവും ടോപ്പ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. മുട്ടക്കുന്ന് പോലെ പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളും കുറച്ച് വാട്ടർ ബോഡീസും ഒക്കെ കാണാം. അവിടെയൊക്കെ കോട കയറിയ പോലെ കാണുന്നുണ്ട്. പക്ഷേ ഉളുപ്പുണ്ണി ടോപ്പിൽ കയറിയപ്പോൾ കോടയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വ്യൂസ് എല്ലാം പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. വാഗമണ്ണിൽ നിന്ന് ടൂറിസ്റ്റുകളായിട്ട് ഒരുപാട് ജീപ്പുകൾ മേളിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ 2 വീൽ ഡ്രൈവ് ജീപ്പുകളാണ്. വളരെ റയറായിട്ട് 4 വീൽ ഡ്രൈവ് വണ്ടികളുള്ളൂ. വാഗമണ്ണിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് ജീപ്പുകൾക്ക് സുഖമായിട്ട് കയറി പോരാവുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ കയറി വന്ന വഴി ഈ കാണുന്ന വഴിയാണ്. ഇറങ്ങിപ്പോകുമ്പോഴും ഹനുമാൻ ഗിയർ വല്ല ഇട്ട് വേണം ഇറങ്ങിപ്പോകാനായിട്ട്. ടഫാ, മഴ പെയ്ത് കഴിഞ്ഞാൽ വിഷയമാവും. ഇന്ന് അത്യാവശ്യം ഡ്രൈ കണ്ടീഷനാണ്. രാവിലെ മഴ ഉണ്ടായിരുന്നെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇപ്പം എന്തായാലും പെയ്യുന്നില്ല. സോ ദിസ് ഈസ് ഉളുപ്പുണ്ണി. മേളിൽ കുറേ തമിഴ്നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഈ വാഗമണ്ണി വരുന്ന ജീപ്പുകാർ, വാഗമണ്ണി വരുന്നവരെ ജീപ്പുകാർ കുറേ പേര് കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ജീപ്പ് കമാൻഡർ വണ്ടിയാണ് കൂടുതലും, 2 വീൽ ഡ്രൈവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ബൈക്ക് വെച്ചിടത്തുനിന്ന് മുന്നോട്ട് പോയി അതിലെങ്ങാണ്ട് കയറി വരാൻ പറ്റും. ഇപ്പം ഈ താഴെ ഇറങ്ങട്ടെ.
എൻ്റെ ബൈക്ക് ആരോ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വണ്ടി എവിടെ വെച്ചാലും മറിഞ്ഞു വീഴുന്നൊരു വണ്ടിയാണ്. ഇനിയിപ്പോൾ അത് പോയി എടുത്ത് വേഗം തരണം, ഇല്ലെങ്കിൽ മറിഞ്ഞ് താഴെ ചാടും. സമയം ഏകദേശം 11:45 ഞാൻ തിരിച്ചിറങ്ങി. വണ്ടി ഒരു പയ്യനെടുത്ത് മാറ്റി വെച്ചത് അവന് ഫോട്ടോ എടുക്കാനായിട്ട്. എന്ത് പറയാനാ, കുഴപ്പമില്ല, സ്ട്രോങ് ആയിട്ടേ വെച്ചേക്കുന്നത്. സാധാരണ ഇത് വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. ഈ വണ്ടിക്ക് ഒരു മെയിൻ പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഇനി നേരെ കോളേജിലോട്ട് പോകുന്നു, ഫുഡ് കഴിക്കുക. അത് കണ്ട് ഉച്ച കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കാം. ഓക്കെ, ബൈ.